മക്കളെ, അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തെന്നാ, ഇന്നലെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അവിടെ നമ്മളൊരു തിയറി ഓഫ് പ്രൊപ്പോസിഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നോക്കൂ, അനലിറ്റിസിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അനലിറ്റിക് ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആവണമെങ്കിൽ അത് ആദ്യം എന്തായിരിക്കണം? സിംഗിൾ വാല്യൂഡ് ആവണം എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഫംഗ്ഷൻ, ഒരു എഫ് ഓഫ് സെഡ്, ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ആള് അനലിറ്റിക് ആവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് മസ്റ്റ് ബി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് സെഡ്. അനലിറ്റിക് ആവണമെങ്കിൽ അത് ആദ്യം എന്താവണം? സിംഗിൾ വാല്യൂഡ് ആവണം. സിംഗിൾ വാല്യൂ, കാരണം ഡെറിവേറ്റീവ് ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ അനലിറ്റിസിറ്റി പറയുന്നത്. അപ്പോൾ അത് ആദ്യം സിംഗിൾ വാല്യൂഡ് ആവണം. അപ്പോൾ ഈ കോംപ്ലക്സിൽ നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഫങ്ഷൻസ് രണ്ട് രീതിയിലുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് ഫങ്ഷൻ, നമ്മൾ റിയലിലൊക്കെ പറയുന്ന പോലെ സിംഗിൾ വാല്യൂഡ്. രണ്ടാമത്തെ ഒരു പുതിയ ആളാണ് മൾട്ടിപ്പിൾ വാല്യൂഡ് ഫങ്ഷൻ. ഈ മൾട്ടിപ്പിൾ വാല്യൂഡ് എന്നുള്ള ഐഡിയ നിങ്ങൾ റിയലിൽ പഠിച്ചിട്ടുണ്ടാവില്ല. റിയലിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡൊമൈനിൽ ഒരാൾക്ക് എന്തെന്ന് വരും? ഒന്നിലധികം ഇമേജസ് വരും, മൾട്ടിപ്പിൾ വാല്യൂസ് വരും. പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റിയൽ കേസിൽ എന്താ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? എവറി എലമെന്റ് ഇൻ ദി ഡൊമൈൻ ഹാസ് എ യുണീക്ക് ഇമേജ്. ഒരേ ഒരു ഇമേജ് വരാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ ഫങ്ഷൻ ആവുള്ളൂ അത്. പക്ഷെ ഇവിടെ എന്താ, ഒരാൾക്ക് ഒന്നിലധികം വാല്യൂസ് വന്നാലും എന്താണ്, കുഴപ്പമില്ല, മൾട്ടിപ്പിൾ വാല്യൂഡ് ആണ്, ഫങ്ഷൻ മൾട്ടിപ്പിൾ വാല്യൂഡ് ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ റിയൽ കേസിലോട്ട് പോകുമ്പോൾ അത് ഫംഗ്ഷനെ അല്ലാതായി മാറും. പക്ഷെ കോംപ്ലക്സ് കേസിൽ നോക്കൂ, സിംഗിൾ വാല്യൂഡ്, മൾട്ടിപ്പിൾ വാല്യൂഡ് എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ്, രണ്ട് രീതിയിൽ ഫങ്ഷൻസ് വരുന്നുണ്ട്. രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഡൊമൈനിൽ ഒരാൾക്ക് ഒന്നിലധികം ഇമേജസ് വന്നു കഴിഞ്ഞാലും നമ്മൾക്കതിനെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കോംപ്ലക്സ് അനാലിസിസിൽ പറയും. അത് മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് അതിന് പേര് പറയും. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈനിൽ ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇമേജ് വന്നാൽ മതി. കോംപ്ലക്സിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇമേജ് അല്ലേ? പക്ഷേ റിയലിലോട്ട് പോകുന്ന സമയത്ത് എന്തായിരുന്നു? ഡൊമൈനിൽ ഒരാൾക്ക് ഇമേജ് എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു ഇമേജ് കിട്ടിയാൽ മതി. അപ്പോൾ ഒന്നിലധികം ഇമേജ് വന്നാലും പ്രശ്നമില്ല. കോംപ്ലക്സ് അനാലിസിസ് അല്ലെങ്കിൽ നമ്മൾ സി പ്ലെയിനിലോട്ട് പോകുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഇത് ഡബ്ല്യു ഈക്വൽ ടു റൂട്ട് സെഡ്, ഡബ്ല്യു ഈക്വൽ ടു റൂട്ട് സെഡ്. റിയലില് നമ്മൾ പോകുന്ന സമയത്ത്, ഇപ്പോൾ റൂട്ട് എക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത്, റിയലില് വൈ ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും മക്കളെ? എന്താ സംഭവിക്കുക? ഇപ്പം ഞാൻ എക്സിന് പകരം 4 കൊടുക്കുമ്പോൾ റൂട്ട് 4 എന്ന് പറയുന്നത് എന്താ? പ്ലസ് ഓർ മൈനസ് 2 ആണ്. അപ്പം റൂട്ട് 4 അപ്പം റൂട്ട് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റില്ല? ഒരു ഫംഗ്ഷനായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താ? 4ന് എത്ര ഇമേജസ് വരുന്നുണ്ട്? 4 മാപ്പ് ഡൗൺ ടു എന്താ വരുന്നത്? പ്ലസ് ഓർ മൈനസ് 2 വരെയാണ് കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ വാല്യൂഡ്. ഇത് ഫംഗ്ഷൻ അല്ല റിയൽ കേസിൽ വരുന്ന സമയത്ത്. പക്ഷെ കോംപ്ലക്സ് കേസിൽ നമുക്ക് ഇതിനൊരു മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ട് പറയാൻ പറ്റും, ഡബ്ല്യു ഈക്വൽ ടു റൂട്ട് സെഡ്. പക്ഷെ അനലിറ്റിസിറ്റി പറയണമെങ്കിൽ, ഫംഗ്ഷൻ്റെ അനലിറ്റിസിറ്റി പറയണമെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. അപ്പോൾ ഇവിടെ അനലിറ്റിസിറ്റി പറയണമെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് കൊടുക്കണം. എന്ത് ഇതിന് ആദ്യം സിംഗിൾ വാല്യൂഡ് ആക്കി മാറ്റണം. എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനെ സിംഗിൾ വാല്യൂഡ് ആക്കി മാറ്റുക? നിങ്ങളൊന്നുമില്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ചൂസ് ചെയ്യുക. പോസിറ്റീവ് റിയൽ പാർട്ട്, ഇവിടെ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് വരും. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതിൽ പോസിറ്റീവ് റിയൽ പാർട്ട് വരുന്ന വാല്യൂസ് എന്തായാലും ഇങ്ങനെ വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇമാജിനറി പാർട്ടോ അല്ലെങ്കിൽ റിയൽ പാർട്ടോ നോക്കുന്ന സമയത്ത് ഒരാൾക്ക് പോസിറ്റീവ് റിയൽ പാർട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് ഇമാജിനറി പാർട്ട് ആണെങ്കിൽ, മറ്റേ രണ്ടാൾ വരുമല്ലോ, രണ്ട് ആൾ വാല്യൂസ് വരുന്നത് നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ മറ്റേ ആൾക്ക് നെഗറ്റീവ് റിയൽ പാർട്ട് അല്ലെങ്കിൽ ഇമാജിനറി പാർട്ടായിരിക്കും വരിക. കിട്ടിയോ? അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് റിയൽ പാർട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് റിയൽ പാർട്ട് വരുന്ന വാല്യൂസ് മാത്രം ചൂസ് ചെയ്യുക. അപ്പോൾ അതൊരു വാല്യൂ ഇല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഫംഗ്ഷനെ സിംഗിൾ വാല്യൂഡ് ആക്കി മാറ്റാൻ പറ്റും.
പറയുന്നത് മനസ്സിലായോ? അതായത് പോസിറ്റീവ് ഇവിടെ നോക്കുകയാണെങ്കിൽ √4 എടുക്കുമ്പോൾ +2, അതായത് പോസിറ്റീവ് വാല്യൂ ചൂസ് ചെയ്യുക, നെഗറ്റീവ് വാല്യൂ ഒഴിവാക്കി കളയാം. ഇവിടെ നിങ്ങൾക്ക് ഒന്നുകിൽ റിയൽ പാർട്ട് പോസിറ്റീവ് റെസ്ട്രിക്ട് ചെയ്യാം, അല്ലെങ്കിൽ റിയൽ പാർട്ട് നെഗറ്റീവ് റെസ്ട്രിക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. അത് മാത്രം. പക്ഷേ ബാക്കി എല്ലാത്തിലും അത് ഫോളോ ചെയ്യണമെന്ന് മാത്രം. എങ്കിൽ മാത്രമേ ഇത് സിംഗിൾ വാല്യൂഡ് ആയിട്ട് മാറുള്ളൂ. അതിനുശേഷം സിംഗിൾ വാല്യൂഡിലോട്ട് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അനലിറ്റിസിറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡെറിവേറ്റീവ് 1/2 √z ആണെന്ന് നമുക്ക് കിട്ടും. ഇതുപോലൊരു മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷനാണ് W = log z. log zന്റെ കാര്യം നിങ്ങൾക്കറിയാം. log z എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന മക്കളെ? log z = log mod z plus I arg z ആണ്. arg z അതായത് തീറ്റയാണ് വരുന്നത് ഇവിടെ. തീറ്റ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ എന്താ വരിക? മൾട്ടിപ്പിൾ വാല്യൂസ് വരും. തീറ്റ + 2k π എടുത്തു കഴിഞ്ഞാൽ ഓരോ വാല്യൂസ് കെക്ക് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് log z വാല്യൂസ് കിട്ടും അല്ലേ? log z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. log mod z plus I arg z. arg z എന്ന് പറഞ്ഞാൽ തീറ്റ, I തീറ്റ എന്ന് പറയുമ്പോൾ എന്ത് പറയാം? തീറ്റ + 2k π എന്നാ വരിക. അപ്പോൾ കെക്ക് വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ log z വാല്യൂസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതും ഒരു മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് അനലിറ്റിസിറ്റിയെ കുറിച്ച്, ഇതിൻ്റെ അനലിറ്റിസിറ്റി അനലിറ്റിക് അല്ല, പക്ഷേ ഇതിൻ്റെ അനലിറ്റിക് ബ്രാഞ്ച് എന്ന് പറയും. ഇതിനെ നമുക്ക് സിംഗിൾ വാല്യൂഡിലോട്ട് റെസ്ട്രിക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രാഞ്ചിലോട്ടാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അനലിറ്റിക് ബ്രാഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലും അത് തന്നെയാണ് അനലിറ്റിക് ബ്രാഞ്ച്, അതായത് സിംഗിൾ വാല്യൂഡിലോട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ട് അനലിറ്റിക് ബ്രാഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമ്മളെന്താ ഈ 0 ഒരു പ്രാവശ്യം 0ക്ക് ചുറ്റും, ഈ log zന്റെ കേസിൽ 0ക്ക് ചുറ്റും ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതിനെ ബ്രാഞ്ച് പോയിന്റ് എന്ന് പറയും. ഈ 0യെ ഇതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോഴും വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബ്രാഞ്ച് പോയിന്റ് എന്ന് പറയാൻ പറ്റും. കിട്ടിയോ? അപ്പോൾ ഇതാണ്, അത് നിങ്ങൾ മനസ്സിലാലോചിക്കുക. അപ്പോൾ അതാണ് കോംപ്ലക്സിലൊരു ഫംഗ്ഷനും റിയലിലൊരു ഫംഗ്ഷനും എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യത്തെ പ്രപ്പോസിഷൻ പ്രൂഫ് ഒന്നും ഇല്ല. പ്രപ്പോസിഷൻ പറയുന്നത് ഇഫ് ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ സി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ആ ജിയുടെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ഓപ്പൺ ആൻഡ് കണക്റ്റഡ്. ആൻഡ് എഫ് ഇസ് എ ബ്രാഞ്ച് ഓഫ് log z. log zന്റെ ഒരു ബ്രാഞ്ചിനെ നമ്മൾ എഫ് ആയിട്ട് എടുത്തു. ഒരു ബ്രാഞ്ച് മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഉണ്ടാവും. അതിലൊരു ബ്രാഞ്ച് നമ്മൾ എന്തായിട്ടെടുത്തു? എഫ് ആയിട്ട് എടുത്തു. ദെൻ അതിൻ്റെ ബാക്കി എല്ലാ ബ്രാഞ്ചുകളും, ഒരു ബ്രാഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ബ്രാഞ്ചസ് എങ്ങനെ കിട്ടും? ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ബ്രാഞ്ച് എഫ് ആണെങ്കിൽ ബാക്കി ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത് മൊത്തം എല്ലാ ബ്രാഞ്ചുകളും എങ്ങനെ കിട്ടും? f(z) + 2k πi എടുത്തു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് എന്താ? ടോട്ടാലിറ്റി ഓഫ് ബ്രാഞ്ചസ് ഓഫ് log z ആർ ദി ഫംഗ്ഷൻ f(z). ആ ഒരു ബ്രാഞ്ചിനോട് കൂടെ എന്ത് ചെയ്യുന്നു? 2πയുടെ മൾട്ടിപ്പിൾ 2k πi. k എന്ന് പറയുന്നത് എന്താ? ഇസ് ആൻ ഇൻഡിജർ. കിട്ടിയോ? അപ്പോൾ ഇതാണ് ആ പ്രപ്പോസിഷൻ പറയുന്നത്. അത് log z മൾട്ടിപ്പിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒരു സിംഗിൾ വാല്യൂ, ഒരു ബ്രാഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ബ്രാഞ്ച് എങ്ങനെ കണ്ടെത്താന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത പ്രപ്പോസിഷനാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് പറയുന്നത് ലെറ്റ് ജി ആൻഡ് ഒമേഗ ബി ഓപ്പൺ സബ്സെറ്റ് ഓഫ് സി. സപ്പോസ് ദാറ്റ് എഫ് ഫ്രം ജി ടു സി, രണ്ട് ഫംഗ്ഷൻസും തന്നിട്ടുണ്ട്. ആൻഡ് ജി ഫ്രം രണ്ട് ഓപ്പൺ സെറ്റിൽ നിന്നും രണ്ട് ഫംഗ്ഷൻസും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആർ കണ്ടിന്യൂസ്, ആ രണ്ട് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. സച്ച് ദാറ്റ് പ്രത്യേകത കോമ്പോസിഷൻ ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഇമേജ് എന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്നത് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ഒമേഗ എന്ന് പറയുന്നത്. സോ യു ക്യാൻ ഡിഫൈൻ ജി കോമ്പോസിഷൻ എഫ്. ആൻഡ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്താ? ജി ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഫോർ ഓൾ സെഡ് ഇൻ ജി. അങ്ങനെയാണെങ്കിൽ ഇഫ് ജി ഈസ് ഡിഫറൻഷ്യബിൾ, ജി ഡിഫറൻഷ്യബിളും ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നോൺ സീറോയും ആണെങ്കിൽ എഫും എന്തായിരുന്നാ പറയുന്നത്? ഡിഫറൻഷ്യബിൾ. ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് പറയുന്നത് 1/g' ഓഫ് എഫ് ഓഫ് സെഡ് എന്നാണ് പറയുന്നത്. അതുപോലെ ജി അനലിറ്റിക് ആണെങ്കിൽ എഫും അനലിറ്റിക് ആവും എന്നാണ് ഈ പ്രപ്പോസിഷൻ പറയുന്നത്. കേട്ടോ? അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ജി എന്ന് പ്രൂവ് ചെയ്യണം. എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ജി എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ ആദ്യം. അപ്പോൾ അതിന് എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ജി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ
ആദ്യം നോക്കൂ, നമ്മൾ ജിയിലൊരു ആർബിട്രറിലി ഒരു പോയിന്റ് എടുത്തു, എ ബിലോങ്സ് ടു ജി, ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പറയുകയാണെങ്കിൽ ഒരു എച്ച് നമ്മൾ ചൂസ് ചെയ്തു, ഒരു കോംപ്ലക്സ് നമ്പർ. എച്ചിന്റെ പ്രത്യേകത എന്താ? എച്ച് നോട്ട് ഈക്വൽ ടു 0. ആൻഡ് അതുപോലെ എ പ്ലസ് എച്ച് ജിയിൽ ഉണ്ടാവുന്ന രീതിയിൽ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ, നോൺ സീറോ കോംപ്ലക്സ് നമ്പർ ചൂസ് ചെയ്തു. ഇനി നമുക്കറിയാം ഡെഫിനിഷൻ പ്രകാരം ജി ഓഫ് എഫ് ഓഫ് എ, നമുക്ക് എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റിൽ, എ എന്ന് പറയുന്ന ജിയിൽ നിന്ന് ആർബിട്രറിലി ചൂസ് ചെയ്തൊരു പോയിന്റ് ആണ്. ആ പോയിന്റിൽ എഫ് ഡിഫറൻഷ്യബിൾ, അതായത് എഫ് ഡാഷ് ഓഫ് എ എക്സിസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് തന്നിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വി ഹാവ് ജി ഓഫ് എഫ് ഓഫ് എ. ജി ഓഫ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? ജി ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ്. സോ ജി ഓഫ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്തായിരിക്കും? എ പ്ലസ് എച്ച് അല്ലേ? എച്ച് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ എയും എ പ്ലസ് എച്ചും, എയും എ പ്ലസ് എച്ചും നോട്ട് ഈക്വൽ, രണ്ടും ഈക്വൽ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ജി ഓഫ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ ആൻഡ് ജി ഓഫ് എഫ് ഓഫ് എ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എ പ്ലസ് എച്ച് ഇംപ്ലൈസ് എന്താ പറയാൻ പറ്റുക? ഇത് രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ടാളുകൾ എഫ് ഓഫ് എയും എഫ് ഓഫ് എ പ്ലസ് എച്ചും എന്തെന്ന് പറയാം? എഫ് ഓഫ് എയും എഫ് ഓഫ് എ പ്ലസ് എച്ചും ഈക്വൽ അല്ല എന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പം അതുപോലെ തന്നെ നോക്കൂ, നമുക്ക് വണ്ണിനെ എങ്ങനെ എഴുതാം ഇതിൻ്റെ ടേംസിൽ? 1 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എ പ്ലസ് എച്ച്. ജി ഓഫ് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? എ പ്ലസ് എച്ച്. ജി ഓഫ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? എ. അപ്പോൾ എ പ്ലസ് എച്ച് മൈനസ് എ വരും, ഇവിടെ എച്ച് വരും ന്യൂമറേറ്ററിൽ, ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ കട്ട് ചെയ്ത് പോകുമ്പോൾ 1 ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ടേം നമുക്ക് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദി പോയിന്റ് എ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ? അപ്പോൾ അത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്ന ടേം മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 അറിയാമല്ലോ. ലിമിറ്റ് രണ്ട് സൈഡും ലിമിറ്റ് എടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ലിമിറ്റ് എച്ച് ടെൻസ് 0 1, ഇത് കോൺസ്റ്റന്റ് ആണല്ലോ, അത് 1 തന്നെയാണ്. ഇതെന്താ വരിക? ജി ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ജി ഈസ് ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ വരിക? ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എ ആണ് വരിക. ബൈ ദി ഡെഫിനേഷൻ ഓഫ് ഡെറിവേറ്റീവ് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എ വരും ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇത് അതുപോലെ തന്നെ എഴുതി. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യുക. ഞാൻ നോട്ട് സ്കാൻ ചെയ്ത് അയച്ചതിൽ ചിലപ്പോൾ ഇത് തെളിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 1 ഈസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എ ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്ന് കിട്ടി. ഓക്കെ. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താ? എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ദി പോയിന്റ് എ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദി ലിമിറ്റ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് 1 എക്സിസ്റ്റ് അല്ലേ? ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് 1 ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക പറഞ്ഞാൽ അവിടെ ഏതാണ് എക്സിസ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ഏതാ? ഇതാണ് വന്നിട്ടുള്ളത്. ഇത് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എ ആണെന്നറിയാം. ഇവിടെ 1 ആയതുകൊണ്ട് ഈ ലിമിറ്റ് മസ്റ്റ് എക്സിസ്റ്റ് അല്ലേ? അപ്പോൾ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക. അതായത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ ബൈ എച്ച് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യും. അത് ആരോട് ഈക്വലാണ്? അത് അവിടെ നിന്ന് കിട്ടുന്ന സാധനമാണ്. എച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ, ഇതിങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ 1 ആയിരുന്നു, ഇയാളുടെ കൂടെ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എയും കൂടെ ഉണ്ടായിരുന്നു, അത് താഴോട്ട് കൊണ്ടുവന്നു. അപ്പോൾ സിൻസ് ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇത് ഡിഫൈൻഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? ഇത് എഫ് ഡാഷ് ഓഫ് എ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാ പറയുന്നത്? ഇതെന്താ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ? ഇത് എഫ് ഡാഷ് ഓഫ് എ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1 ബൈ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് എ. അപ്പോൾ എ എന്ന് പറയുന്ന ആർബിട്രറിലി നമ്മൾ ജിയിൽ നിന്ന് ചൂസ് ചെയ്തൊരു പോയിന്റ് ആണ്. അപ്പോൾ ആ പോയിന്റിൽ എഫ് ഡിഫറൻഷ്യബിൾ ആണ്, ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു ദിസ് ആണെന്ന് കിട്ടി. സോ നമുക്ക് ജനറലായിട്ട് എന്ത് പറയാം? സെഡ് എന്ന് പറയുന്ന ഏതൊരു പോയിന്റ് ജിയിലെടുത്താലും അവിടെ എഫ് ഡിഫറൻഷ്യബിൾ ആണ്, അതായത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ജി ആൻഡ് ദി ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 1 ബൈ ജി ഡാഷ് ഓഫ് എഫ് ഓഫ് ഇസെഡ്. ഓക്കെ. അപ്പോൾ അതാണ് നമുക്ക് ആദ്യത്തെ പാർട്ടായിട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി രണ്ടാമത് പറയുന്നത് എന്താ? ഇഫ് ജി ഇസ് അനലറ്റിക്, അങ്ങനെയാണെങ്കിൽ എഫും അനലറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ജി അനലറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജി ഡാഷ് എക്സിസ്റ്റ് ചെയ്യും
അല്ല ജി ഡാഷ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്. അപ്പോൾ ജി ഡാഷ് എക്സിസ്റ്റ് ചെയ്യും അതെന്തായിരിക്കും ചെയ്യും ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും കണ്ടിന്യൂസും ആയിരിക്കും അനലിറ്റിക് ആയതുകൊണ്ട്. അപ്പോൾ അനലിറ്റിക് ആയതുകൊണ്ട് ജി ഡാഷ് എക്സിസ്റ്റ് ചെയ്യും, അത് ഡെറിവേറ്റീവ് കണ്ടിന്യൂസും ആയിരിക്കും. കിട്ടിയോ? അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നമുക്കറിയാം. കണ്ടിന്യൂസ് ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതും എന്ത് വരും? എഫ് ഡാഷ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും അല്ലേ? അപ്പോൾ എഫ് എന്ന് പറയുന്ന ഡെറിവേറ്റീവ് ഉണ്ട്, ആ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇത് അനലിറ്റിക് ആണെന്നറിയാം. സോ വി ക്യാൻ കൺക്ലൂഡ് ഫ്രം ദി അനലിറ്റിസിറ്റി ഓഫ് ജി സച്ച് ദാറ്റ് എഫ് ഈസ് ഓൾസോ അനലിറ്റിക്. കിട്ടിയോ? അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്ന ആ പ്രൊപ്പോസിഷൻ പറയുന്നത് കേട്ടോ.